ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. എടുക്കേണ്ട ആ ഒരു ഫീലിംഗ് അത് ഒരുവിധം എല്ലാവർക്കും കാണും. എനിക്ക് ഭയങ്കരമായിട്ടതുണ്ട്. ഗേൾസ് ആയിട്ട് പെട്ടെന്നൊരു ബോയ്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അഹാന കൃഷ്ണ ആൻഡ് ഫാമിലി അല്ലെ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയുടെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. പുറകെ കോൺട്രവേഴ്സിയാണ്. എൻ്റെ ഭഗവാൻ, ഇവരുടെ കോൺട്രവേഴ്സിക്ക് ഒരു അവസാനം ഇല്ലേലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഇഷാനി കൃഷ്ണ ഒഴികെയുള്ള ബാക്കി എല്ലാവരും കോൺട്രവേഴ്സി പോവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് വീഡിയോ തുടങ്ങിയതിന് ശേഷം റിയാക്ട് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സിയിൽ ഏറ്റവും മെയിനായിട്ട് ആ ഫാമിലിയിൽ റിയാക്ട് ചെയ്തിട്ടുള്ളത് ദിയാകൃഷ്ണ തന്നെയാണ്. കാരണം ദിയാകൃഷ്ണ ഒരു വ്ളോഗ് തുടങ്ങും. ആ വ്ളോഗിൽ വന്നിട്ട് തീരെ വിവരമില്ലാണ്ട് ബുദ്ധിയും ബോധവും ഇല്ലാണ്ട് വായയ്ക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ കാര്യം കയറി പറയും. അതെന്തായാലും സോഷ്യൽ മീഡിയയിലും കമൻറ്റിലും കയറി ഇതൊരു പൊങ്കാലയാണ്. ആ പൊങ്കാല ആയതോടുകൂടി ഡെഫിനറ്റ്ലി എല്ലാവരും എടുത്ത് സംസാരിക്കും. കാരണം അവർ 4 ആളുടെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ റോ ആയിട്ടുള്ള എഡിറ്റിങ്, പ്രത്യേകിച്ച് ഒന്നും നോക്കാണ്ട് വെച്ച 2 പീസ് ഒരുമിച്ച് ചേർത്ത് വെച്ച് 2 സൈഡ് കട്ട് ചെയ്തിട്ട് ഇടുന്ന ഒരാൾ ആരാ ചോദിച്ചാൽ ഓഫ്കോഴ്സ് ദിയാണ്. ദിയൻ്റെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിയൻ്റെ വീഡിയോൻ്റെ ഉള്ളിൽ വരുന്ന ഈ അലമ്പത്തരോ അല്ലെ പറയുന്നതിലുണ്ടാകുന്ന മിസ്റ്റേക്കുകളൊന്നും ദിയ കട്ട് ചെയ്യാൻ മറന്നു പോകുന്നതാണോ അല്ലെ മനഃപൂർവ്വം അങ്ങനെ ഇടുന്നതാണോ എന്നറിയില്ല. ദിയൻ്റെ വാക്കിൽ നിന്ന് വരുന്ന ഡയലോഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇന്ന് വിഷയമാവുന്നത്. ദിയ പറഞ്ഞത് ശരിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും ദിയയ്ക്ക് വേണ്ടി സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദിയൻ്റെ ഷോപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റോബറി ഇഷ്യൂ, അതിൽ ആ പെൺകുട്ടികൾ ഓപ്പോസിറ്റ് വന്നിട്ട് ദിയേനെയും ദിയേൻ്റെ ഫാമിലീനെ കുറിച്ചിട്ടും ഇനി പറയാൻ അലിഗേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അശ്വിൻ അങ്ങനെ പെരുമാറിയെന്നോ പിന്നെന്താണ് ജാതിനെ പറ്റി പറഞ്ഞിട്ടോ ഫുഡിനെ പറ്റി പറഞ്ഞ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ വിത്ത് പ്രൂഫ് എടുത്തിട്ട് ദിയയ്ക്ക് വേണ്ടി സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതേ ദിയൻ്റെ വായയിൽ തന്നെ നമുക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിന് എഗെയിൻസ്റ്റ് സംസാരിക്കുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇന്നലെ ദിയാകൃഷ്ണ ആളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തു. വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഓമീൻ്റെ ലാസ്റ്റ് ഡേ ആസ് 0 month old ബേബി അങ്ങനെ എന്തോ ഉള്ള വ്ളോഗാണ്. ഞാൻ ഇന്നലെ തന്നെ ഈ വീഡിയോ കണ്ടു. ഈ സാധനം ഇന്നലെ തന്നെ ഞാൻ കണ്ടു. ഇന്നലെ എനിക്ക് ആകെ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ടയേർഡ് ആയതുകൊണ്ട് ഇത് സംസാരിക്കേണ്ട എന്ന് കരുതി ഞാൻ മാറ്റി അവിടെ വെച്ചതായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയൊരു വിഷയമായി എല്ലാവരും എടുത്തു, കയറി, സംസാരിച്ചു, വലിയൊരു കോൺട്രവേഴ്സിയായി. അപ്പം ഞാൻ കരുതി നമ്മുടെ അഭിപ്രായം പറയാണ്ട് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ കെ ഫാമിലിയിൽ കൃഷ്ണകുമാർ ഓഫ് കോഴ്സ് ഓൾവേസ് കോൺട്രവേഴ്സി, പൊളിറ്റിക്സ്, പിന്നെ സിന്ധു കൃഷ്ണൻ്റെ ചാനലിൽ കയറി ഓരോന്ന് പറയാം. സിന്ധു കൃഷ്ണ ഓൺ ഒരുപാട് എയർ ആണെങ്കിലും ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ എയർ ആയിരുന്നു അമ്മയുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സി. അഹാന കൃഷ്ണ ഓൾവേസ് ഈവൺ ഒരു കേക്ക് തിന്നുകയാണെങ്കിൽ തന്നെ അമ്മാതിരി എക്സ്പ്രഷൻ വാരി വിതറുന്നുകൊണ്ട് ഹെയ്റ്റ് ഉണ്ട്. ഹൻസിക്ക് അത്രയും ഹെയ്റ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും വന്നത് ഒരൊറ്റ ഹെയ്റ്റാണ്, സബ്സ്ക്രിപ്ഷൻ ഹെയ്റ്റ്. അതൊരു 1.5 ഹെയ്റ്റാണ്. ദിയ ആസ് യൂഷ്വൽ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് പോവും, അതിൽ പിടിച്ചിട്ട് വലിയൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ദിയ ഇട്ട ആ വീഡിയോ നമുക്കൊന്ന് നോക്കാം. നമ്മളിങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ അതായത് മെജോറിറ്റി നമ്മൾ കണ്ട മലയാളികളൊക്കെ ബജറ്റ് ഹോളിഡേയ്സ് വഴിയാണ് വന്നത്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ട്രസ്റ്റിംഗ് ബജറ്റ് ഹോളിഡേയ്സ്. കാരണം ഞാൻ ഇവരുടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഐ തിങ്ക് 3 years ആയി. 3 years ഫസ്റ്റായിട്ട് ഞാൻ ഇവരുടെ പോകുന്ന അശ്വിൻ്റെ കൂടെയാണ്. അതും മോൾദീവ്സിൽ വെഡിങ്ങിനൊക്കെ ഒരു വർഷം മുന്നേ 2023 ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ടൈം പോയപ്പോഴേ എനിക്ക് ഇവരുടെ കൂടെ ഒരു കംഫർട്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഞാൻ എൻ്റെ ഫാമിലിക്ക് പറഞ്ഞു കൊടുത്തു. ഈ ഒരു വീഡിയോ കാണുമ്പം കോൺട്രവേഴ്സി എന്താണെന്ന് മനസ്സിലാവില്ല അല്ലേ? ഈ വീഡിയോയിൽ നിന്ന് തന്നെ നമ്മളിത് തുടങ്ങണം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു തുടക്കം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓമി ബേബിയുടെ ബർത്ത്ഡേ ആണ്. ഇവരുടെ ഫാമിലിയിൽ ഇപ്പം ഈ 30 വയസ്സായിട്ട് വരെ അഹാനേൻ്റെ ബർത്ത്ഡേ 30 അല്ല, അഹാനയ്ക്കല്ല 29, ജസ്റ്റ് കമൻറ്റ് 29 വയസ്സായ ഒരു 30 വയസ്സായ അഹാനേൻ്റെ ബർത്ത്ഡേ വരെ ഒരു വലിയ ആഘോഷമാണ്. അപ്പം ഇത്രയും 30 വയസ്സ്, അമ്മേൻ്റെ ബർത്ത്ഡേ, അച്ഛൻ്റെ ബർത്ത്ഡേ, ഈശാനി എല്ലാം ഈ ഒരു ഭയങ്കര സെലിബ്രേഷനാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവർ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ബേബി ഓമി ബർത്ത്ഡേ വരുമ്പോൾ നമ്മളൊരു വലിയ സെലിബ്രേഷൻ പ്ലാൻ ചെയ്യും. എന്നാൽ ഈ സെലിബ്രേഷൻ കാത്തുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഓമിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിയയും ഹസ്ബൻഡും ബേബിയും കൂടെ എന്ത് ചെയ്തു, മലേഷ്യയിൽ പോന്നു. അതോടുകൂടി ആ വിഷയം അവിടെ തീർന്നു. ലൈക്ക് അവരങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ എല്ലാത്തിനും ട്വിസ്റ്റ് തന്നത് ഇവർ ഈ സിന്ധു കൃഷ്ണയുടെ ഫാമിലി ഓമി ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ സെറ്റ് ചെയ്തതാണ്. ആ സെലിബ്രേഷൻ സെറ്റ് ചെയ്തപ്പോൾ ആദ്യം വന്ന ചോദ്യം വേർ ഈസ് അശ്വിൻസ് ഫാമിലി?
ആൻഡ് ആ വീഡിയോ കണ്ട വ്യക്തികൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അശ്വിൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക്. ഇത് രണ്ടും തന്നെ രണ്ട് കോൺട്രവേഴ്സി. അതിൻ്റെ ഇടയിൽ ഒരു കോൺട്രവേഴ്സി അഹാന തന്നെ ഉണ്ടാക്കി. അപ്പം ഇവിടെ ഒരു സെലിബ്രേഷൻ വന്നു. ആ ഒരു 3 കോൺട്രവേഴ്സി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ദിയ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ആ വീഡിയോയിൽ ദിയ പറഞ്ഞു എന്തുകൊണ്ടാണ് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാത്തത് എന്ന് പറഞ്ഞൊരു സാധനം പറയുന്നുണ്ട്. അങ്ങനെ കൊച്ചിനെ സെലിബ്രേറ്റ് ചെയ്യാണ്ട് ഞാനിവിടെ പോയത് എന്തുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. ആ എന്തുകൊണ്ടാണ് ഇപ്പോൾ വിഷയമായത്. നമുക്ക് ആദ്യം ആ എന്തുകൊണ്ട് എന്താണെന്നുള്ളത് നോക്കാം. ബർത്ത്ഡേ വന്നിരുന്നു, എൻ്റെ ബ്ലോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു, അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. ഈ വീഡിയോൻ്റെ സൈഡിൽ ഒരു സാധനം എഴുതി കാണിച്ചു, ഞാൻ ഒന്ന് പറഞ്ഞുതരാം. I never even thought my parents were planning a small surprise for their first grandchild. എന്ന് വെച്ചാൽ ആൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എൻ്റെ ഫാമിലി പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സാധനമാണ് ആരിവിടെ പറഞ്ഞത്, ദിയ പറഞ്ഞത്. ദിയ പറഞ്ഞ സാധനത്തിനെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എന്നാൽ ദിയ ഇവിടെ പറഞ്ഞൊരു സാധനമുണ്ട്, ദി ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഐ നെവർ ഈവൻ തോട്ട് മൈ പാരൻസ് വേ പ്ലാനിങ് എ സ്മോൾ സർപ്രൈസ് ഫോർ മൈ ബേബി, അല്ലെങ്കിൽ ഓമി എന്തു പറയും. പക്ഷെ അവിടെ പറഞ്ഞത് ദ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ്. അവിടെ തന്നെ ദിയ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കുട്ടീനോടുണ്ടാവുന്ന അല്ലെ കുട്ടിയിൽ കാണുന്ന അല്ലെ കുട്ടീനെ സിംബലൈസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒബ്സഷൻസ് കാണാൻ പറ്റും. എൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ് എൻ്റെ മോനാണ് എന്ന് പറയുന്നൊരു സാധനം. ഈ ദിയേൻ്റെ പല ഇൻ്റർവ്യൂസും ദിയേൻ്റെ പല വ്ളോഗുകളും വളരെ ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾക്കെങ്കിൽ ഓമി ബേബീനെ വേറെ ആരെങ്കിലും എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ദിയയുടെ ഒരു എക്സ്പ്രഷൻ, ദിയ അതിനെ കാണുന്ന ഒരു രീതി വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. കാരണം അത് ദിയ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഓമിനോട് ഭയങ്കര ഒരു ഒബ്സഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെ കുട്ടീനോട് ഉണ്ടാകുന്ന ഒരു അമിതമായിട്ടുള്ളൊരു സ്നേഹം കൊണ്ടായിരിക്കാം. പല സിറ്റുവേഷൻസിലും പല വീഡിയോസുകളിലും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ദിയേൻ്റെ മാത്രമാണ്, ദിയേൻ്റെ സ്വന്തമാണ്, വേറൊരാൾക്കും ഇല്ല, വേറൊരാളും തുടരുത് എന്ന രീതിയിലുള്ള ഒരു ആംഗിൾ. പണ്ട് ദിയേൻ്റെ ഒരു കോൺട്രവേഴ്സി എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. എന്താ, നിങ്ങൾക്ക് കുട്ടികളെ ഉമ്മ വെക്കണമെങ്കിൽ സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടാക്കിയിട്ട് പോയി ഉമ്മ വെക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ദിയ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ തൊട്ടേ ദിയയ്ക്ക് കുട്ടിയിൽ ഭയങ്കര ഒരു ഓവർ ഒബ്സഷൻ ഉണ്ട്. ആ ഒബ്സഷൻ തന്നെയാണ് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചത്. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു സാധനമാണ്, ഓമിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ഹോട്ടൽ എടുത്ത് അവിടെ ആൾക്കാരെ വിളിച്ച് വരുത്തി, ആൾക്കാർ വന്ന് കുട്ടീനെ എടുത്തുകൊണ്ട് പോയി, തിരിച്ചവർ കുട്ടീനെ തരുന്നില്ല, ആകെ ഒരു കോലാഹലം. ഇതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫാമിലിയുടെ ബർത്ത്ഡേയും നിങ്ങൾ എങ്ങനെയാണ് ഈ ഹോട്ടൽ റൂം എടുത്ത് അതിലും വലിയ ഡെക്കറേഷൻ ചെയ്തിട്ടാണ് നിങ്ങളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ മെയിനായിട്ട് വരിക ഇപ്പം അഹാനേൻ്റെയാണ്. അഹാനേൻ്റെ അച്ഛൻ, അമ്മ, സിസ്റ്റേഴ്സ്, അപ്പച്ചി, അഹാന സ്നേഹിക്കുന്ന ചെക്കൻ ഉണ്ടെങ്കിൽ നിമിഷ് അറിയാനും. ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, സോഷ്യൽ മീഡിയ കൂടെ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈവൻ കൃഷ്ണകുമാർ വരെ പറഞ്ഞിട്ടുണ്ട്. ചെക്കൻ, അവൻ്റെ ഫാമിലി, ഇഷാനി, അർജുൻ, പിന്നെ ഹൻസികയുടെ ചിലപ്പോൾ കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ അഹാനേൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ഇത്ര പേരേ ഉള്ളൂ. ഇത് നേരെ ഇഷാനിയിലോട്ട് വരുമ്പോൾ ഇഷാനീൻ്റെ ഫ്രണ്ട്സ്, അവിടെ അഹാനേൻ്റെ ഫ്രണ്ട്സ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. നിങ്ങളല്ലാണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ വിളിച്ച്, അല്ലെങ്കിൽ നാട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരെ വിളിച്ച്, നിങ്ങളുടെ ഓഫീസിലുള്ള ആൾക്കാരെ വിളിച്ച്, നിങ്ങളുടെ ഡ്രൈവറെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ വലിയൊരു ഗ്രാൻഡ് പരിപാടി ആക്കലില്ല. നിങ്ങൾ എപ്പോഴും പരിപാടി ആക്കുക നിങ്ങളുടെ ഒരു ഫേവറേറ്റ് പേഴ്സൺസിനെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഫേവറേറ്റ് പേഴ്സൺ തന്നെ മേ ബി ഓമീൻ്റെ ബർത്ത്ഡേക്ക് അവരെ മാത്രം വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെലിബ്രേഷൻ വെക്കായിരുന്നു. ബട്ട് നോ, ഇതിൽ ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെല്ലാം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെല്ലാം ഈ ബേബീനെ എടുത്തിട്ടുണ്ട്, ബേബിയുമായി ബന്ധപ്പെട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ആകെ എനിക്ക് തോന്നുന്നു നിമിഷ് എടുത്തിട്ടുണ്ടാവില്ല. കാരണം നിമിഷിന് ഈ വീട്ടിൽ വന്നിരിക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് പുള്ളീൻ്റെ കാര്യങ്ങളുമായിട്ട് തിരക്കാണ്. ബാക്കിയുള്ള എല്ലാവരും വരുന്നു, ബേബീനെ എടുക്കുന്നു, ആക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവരുടെ അക്കൗണ്ടിലുണ്ട്, അല്ലാണ്ട് സ്റ്റോറീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ആരാണ് കുട്ടീനെ എടുത്തുകൊണ്ട് പോയാൽ ഇത്ര വലിയ ബുദ്ധിമുട്ട്? ഞാൻ രണ്ടാമതോട് പറഞ്ഞ സാധനമുണ്ട്, കുട്ടികളെ എടുത്തുകൊണ്ട് പോകും തിരിച്ചു തരുന്നില്ല. എന്തിനീ തരാണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കുട്ടിയാണ്, എന്താ കുട്ടികളെ പിടുത്തക്കാരനെ കാലമാണ് വരുന്നത് കുട്ടീനെ എടുത്ത് പോയിട്ട് തിരിച്ച് തരാണ്ടിരിക്കാൻ. ദിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബേബീസ് എന്ന് പറയുന്നത് ഈ ലോകത്ത് ഫസ്റ്റ് ആയിട്ട് ഉണ്ടായത് ദിയയ്ക്കും അശ്വിനും അല്ല. ഈ ലോകത്ത് ഒരുപാട് ബേബീസ് ഉണ്ട്. ആൻഡ് ബേബീസിനെ എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടമാണ്. എല്ലാ മനുഷ്യന്മാർക്കും അവർ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല.
അപ്പോൾ ഞാൻ ഓഫീസ് കഴിഞ്ഞ് നടന്നു വരുന്ന സമയത്ത് ഞാൻ നടന്നു വരുന്ന സമയത്ത് ആ വഴിയിലൊരു കുഞ്ഞു ബേബി ഉണ്ടായി നടന്ന് കളിക്കുക. ചേച്ചി 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 എന്ന് വിളിച്ചു. ഞാൻ ഒന്നാമത് വയ്യ ടയേർഡായിട്ട് നടന്നു വരിക. പക്ഷെ എനിക്ക് ആ വാവേൻ്റെ വിളി കണ്ട സമയത്ത് എനിക്ക് തിരിച്ച് പോകാണ്ടിരിക്കാൻ തോന്നിയില്ല. ഞാൻ അവിടെ പോയി എന്നോട് ചിരിച്ച് വർത്താനം വന്ന് ടാറ്റ കൊടുത്ത് ഒരു ഫ്ലൈയിങ് കേസ് കൊടുത്ത് ഇങ്ങോട്ട് വന്നു. കാരണം അത് ബേബീസാണ്, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള, നമുക്ക് ആർക്ക് കണ്ടാലും സ്നേഹിക്കാനും കൊഞ്ചിക്കാനും തോന്നും. ഇത് സ്നേഹം കൊണ്ടാണ് അവരൊക്കെ എടുക്കുന്നത്. പിന്നെ എടുത്ത് കൊണ്ടുപോയത് എന്തെന്നാ, അത് നിങ്ങളുടെ കുട്ടിയല്ലേ, നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് തന്നെ തരില്ലേ? അങ്ങനെ പറയണം. ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് ആൾക്കാരെ വിളിച്ചാൽ അവരെൻ്റെ കുട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഡൺ, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനാണ് എടുത്തു കൊണ്ടുപോയി കോലാഹലം. എന്ത് കോലാഹലം? സെലിബ്രേഷൻ ഓൾവേസ് കോലാഹലമാണ്. ഒരു 10 ആൾ വീട്ടിൽ വന്നാൽ തന്നെ അത് കോലാഹലം തന്നെയാണ്. അതൊരു എൻജോയബിൾ കോലാഹലം, അല്ലാണ്ട് ഈ പൊളിറ്റിക്സോ തല്ലോ ഒച്ചപ്പാടോ തെറിവിളിയോ അല്ല. ദറ്റ്സ് എൻ എൻജോയിങ് കോലാഹലം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ അശ്വിനും നിങ്ങളുടെ ഫാമിലിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെ അശ്വിൻ്റെ ഫാമിലിയും നിങ്ങളുടെ ഫാമിലിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെ അശ്വിൻ്റെ ഫാമിലിയും ദിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അങ്ങ് പോയി. പക്ഷേ ഇവർക്ക് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നവർക്ക് ഓമിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവും എന്ന് അറിയുന്നത് കൊണ്ട് ഇവരുടെ സൈഡിൽ നിന്ന് എഫോർട്ട് എടുത്തിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ടാക്കി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അവിടെ തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഐ തിങ്ക് നിങ്ങൾക്ക് ആരും മെസ്സേജ് അയച്ചുകൊണ്ട്, മേ ബി ഇനി മെസ്സേജ് അയച്ച് ചോദിച്ചാലും ഓമിയുടെ ബർത്ത്ഡേ എന്തുകൊണ്ടാണ് നാട്ടിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാത്തത് എന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാലും ഇങ്ങനെ കോൺട്രവേഴ്സി വരുമെന്ന് അറിയുമെങ്കിൽ ഒരിക്കലും അതൊരു സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനോ ഡിബേറ്റോ ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇതിലെ കേട്ട് ഇതിൽ വിട്ടാൽ മതിയായിരുന്നു. പകരം നിങ്ങൾ ഇതിന് ഈ വെറുതെ എക്സ്പ്ലനേഷൻ തന്നതാണ് ഇപ്പോൾ അടുത്തൊരു വിഷയമായി മാറി. ഇനിയും അവൻ എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ വെറുതെ ഓർമ്മയൊന്നും കാണില്ലേലോ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. നിങ്ങളിങ്ങനെ ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ വേണ്ട, ഞങ്ങൾ മാത്രം മതി എന്ന് പറയുന്നത് ദിസ് ദ റൈറ്റ് തിങ്. ഒരിക്കലും അതിനെ കുറ്റം പറയാൻ വരുന്നില്ല. അങ്ങനെ തന്നെ മതി, അതിനൊരു മാറ്റവും ഉണ്ടാവേണ്ട. അതിനോട് 100 അല്ല 200 അല്ല 300 അല്ല 500% യോജിക്കുന്നു. എന്നാൽ ഇവിടെ എനിക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ആരെങ്കിലും വന്നെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും, ഒരു കോലാഹലാവും, പരിപാടി ഉള്ള അലമ്പാവും. ഇതിനോടാണ് നമുക്ക് എഗെയിൻസ്റ്റ്. ഓക്കെ. പിന്നെ 1 വയസ്സായ ബേബി ഈ ബർത്ത്ഡേ സെലിബ്രേഷനെ കുറിച്ച് ഓർക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1 വയസ്സായ ബേബി നിങ്ങൾ മലേഷ്യയിൽ കൊണ്ടുപോയി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു ആലോചിക്കുമോ? അതും അവൻ ആലോചിക്കില്ല. അതിന് അവിടെ കേക്ക് കട്ട് ചെയ്താലും ഇവിടെ കൊണ്ടായാലും, അവിടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയാലും ഇവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയാലും രണ്ടും അവൻ ഓർക്കില്ല. അവൻ ഓർക്കുക എങ്ങനെയാണ്? ഈ വീഡിയോ കാണുമ്പോൾ അവന് മനസ്സിലാവും ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇങ്ങനെ പോയിരുന്നു. അതിനിപ്പോൾ അവിടെ കണ്ടാലും അവന് മനസ്സിലാവും ബർത്ത്ഡേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിരുന്നു. ദാറ്റ്സ് നത്തിങ്. അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ നിങ്ങളൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ആ പരിപാടി മുഴുവൻ തീർന്നു കഴിഞ്ഞിട്ട് പോവുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ടാണ് അവിടെ ഗസ്റ്റ് വരുന്നത്. പിന്നെ ഈ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഈ ആങ്കറിങ് പോലുള്ള സാധനങ്ങളാണെങ്കിൽ അതിനൊരു പാടില്ലടാ. നമുക്ക് പുറമെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ആങ്കറിങ്ങിനുള്ള ആൾക്കാർ വരും ചെയ്യും. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആഹാന ചെയ്തോളൂ. ആഹാന എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് നിൽക്കുന്ന ആളാണ്. ഇനി നിങ്ങളാണ് ഓർഗനൈസ് ചെയ്യുന്നത്, ഓഫ്കോഴ്സ് നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങളുടെ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യും. പൊതുവെ അങ്ങനെയല്ലേ, ഓണാണെങ്കിലും ഇനി എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും വന്നിട്ടുള്ള ആൾക്കാർ മുഴുവൻ പോയി കഴിഞ്ഞിട്ടും നിങ്ങൾ ഓബായി താമരയിൽ നടന്ന് കാറ്റൊക്കെ കൊണ്ടിട്ടല്ലേ പോവുക. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു ഇത് ഇപ്പോൾ വന്നോ? പാർട്ടീസൊക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഇപ്പം ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പം അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. ഇപ്പം ഞാൻ ഏറ്റ പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷേ ഇതിപ്പോൾ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. ഇതൊക്കെ ഒരു ട്രോമറ്റൈസ്ഡിനുള്ള റീസൺ ആണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളെ വീട്ടിലൊരു സെലിബ്രേഷൻ, അതിന് ആൾക്കാർ വരുന്നു, അവർ പരിപാടിയിൽ കേക്കൊക്കെ കട്ട് ചെയ്യുന്നു, അവരെന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോകുന്നത് ആലോചിച്ചപ്പോൾ അതിലും പകരം എങ്ങനെയാ അറിയോ, എൻ്റെ കൊച്ചിനെ അവരെടുത്താൽ, എൻ്റെ കൊച്ചിനെ അവരെടുത്തുകൊണ്ട് പോയാൽ, എനിക്ക് എൻ്റെ കൊച്ചിനെ കിട്ടാണ്ടിരുന്നാൽ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തേലും പറയാം, മക്കൾ ഒബ്സഷൻ എന്നെങ്ങാനും പറയാം. അല്ലാണ്ട് ഒരു പരിപാടിക്ക് വന്ന് കേക്കും കട്ട് ചെയ്ത് ചോറും തന്നു പോകുന്നതിന് എന്താണ്? ഇതൊക്കെയാണോ ട്രോമറ്റൈസിനുള്ളത്? അയ്യോ, അശ്വിനാവുന്നൊക്കെ മാറ്റിവിടും. അപ്പം തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ, അശ്വിൻ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. എന്താണോ നിങ്ങൾ പറയുന്നത് ആ രീതിയിലാണ് പോകുന്നത്.
എന്താണോ നിങ്ങളുടെ ഫാമിലി തീരുമാനിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അശ്വിന് താല്പര്യമില്ലെങ്കിൽ അശ്വിൻ എന്തായാലും ഓപ്പണപ്പായി വന്ന് പറയട്ടെ, എനിക്കറിയില്ല. ആൻഡ് അശ്വിന് താല്പര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ദിയയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്, ചിലപ്പോൾ ദിയ പറയുന്നതിൽ സത്യം ഉണ്ടാവാം, മേ ബി യുവർ ഡിസിഷൻ ആയിരിക്കാം. പക്ഷേ എവിടെ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എവിടെ എന്ത് പറയണം എന്ന കാര്യത്തെക്കുറിച്ചിട്ട് ദിയയ്ക്ക് ഒരു തിരിച്ചറിവില്ല എന്നാണ് തോന്നിയത്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഓമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആ വ്ളോഗ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ വിഷയം തീർന്നു, സംസാരിക്കേണ്ട പോലും ആവശ്യമില്ല. പക്ഷെ അതിന് പകരം എന്തൊക്കെയോ പറഞ്ഞ് എവിടേക്കോ ഒരു വിപ്ലവം സൃഷ്ടിച്ച് ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും ഇപ്പൊ ബേബി ഇച്ചിരി വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവന്റെ ബർത്ത്ഡേ ഇപ്പൊ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിയും കല്ലൊക്കെയാണ് അവന് ഇഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കിയെടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം, അവസാനം ഫ്ലാറ്റിലിരുന്ന് പൊടി പിടിക്കും, അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി. ബർത്ത്ഡേക്ക് വിളിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഗിഫ്റ്റ് കൊണ്ട് തരുന്നത് ഇറ്റ്സ് എ ടോക്കൺ ഓഫ് ലവ്. ആ ബേബിനോടുള്ള ഒരു ലവിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ അവരുടെ എഫോർട്ട് ഉണ്ട്, അവരുടെ മണി ഉണ്ട്, അവരുടെ കെയർ ഉണ്ട്, അവരുടെ ലവ് ഉണ്ട്. കാരണം കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ സൈസ് നോക്കണം, കുട്ടിക്ക് ചേരുവോ നോക്കണം, കുട്ടിക്ക് ഇഷ്ടം നോക്കണം. അതാണ് ഈ കെയർ, ലവ് എന്നൊക്കെ പറയുന്നത്. ഇത്രയും ഇമോഷനോട് കൂടി ഒരു വ്യക്തി ബ്ലെസ്സിങ്ങോട് കൂടി കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് എ റോങ് തിങ്. അതിനി ഞാൻ വീട്ടിൽ കൊണ്ട് മൂലയ്ക്ക് ഇടണം, അത് കഴിഞ്ഞതിന് ശേഷം വേണ്ടാണ്ട് വരുമ്പോൾ ഞാൻ മറ്റുള്ള ഒരാൾക്ക് കൂടെ കൊടുക്കണം, കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഒരുവിധം ആൾക്കാർ നമുക്ക് വേണ്ടാത്ത എൻ്റെ ഒരു ബേസിക് സ്വഭാവമാണ്, എനിക്ക് വേണ്ടാത്ത എന്തെങ്കിലും സാധനങ്ങൾ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ വേണ്ട ആൾക്കാർക്ക് ഞാൻ കൊടുക്കും. ഇനി വേണ്ടെങ്കിൽ ഇപ്പോൾ ക്ലോത്ത്സ് ആണെങ്കിൽ എൻ്റെ അടുത്ത് ആരെയും ചോദിച്ചു വന്നാൽ ഞാൻ യൂസ് ചെയ്യാത്ത ക്ലോത്ത്സ് ആണ്, നല്ല നീറ്റ് ക്ലോത്ത്സ് ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി കൊടുക്കല്, നീറ്റ് അല്ലാത്ത ക്ലോത്ത്സ് ആണെങ്കിൽ ഞാൻ കൊടുക്കൽ പോലുമില്ല. അത് നമ്മളുടെയൊക്കെ ഒരു നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ കൊടുക്കുന്നതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ആ തരുന്ന ഗിഫ്റ്റിനെ എവിടെയൊക്കെയോ ഒരു വിലയില്ലാത്ത രീതിയിൽ സംസാരിച്ചതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എന്ന് അറിയില്ല. നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസിന് അപ്പം തന്നെ മെസ്സേജു നമുക്ക് ഏതെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ട്രിപ്പ് പോവാം. അതാകുമ്പോൾ ഒരു കുഞ്ഞ് കപ്പ് കേക്കോ എന്തെങ്കിലും മേടിച്ചിട്ട് ഭൂമിക്ക് നമ്മൾ പാട്ട് പാടിക്കൊടുത്ത് അവനൊരു സ്പെഷ്യൽ ഡേ, അവന് വേണ്ട പോലെ അവന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയ ഇഷ്ടം, അവനെ പൂളിൽ കൊണ്ടുപോകുന്നു, അവനെ നമ്മൾ കറങ്ങാൻ പുറത്ത് കൊണ്ടുപോകുന്നു, അവനിങ്ങനെ എവിടെയെങ്കിലും കറങ്ങി നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അവന് പാല് കുടിക്കണം, ഫുഡ് കഴിക്കണം. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഞാൻ പൊതുവേ ഹോട്ടൽ റൂംസിൽ വരുമ്പോൾ ഇവനെ തറയിൽ ഇറക്കി വിടാറില്ല. ഇപ്പം ഞാൻ തറയിൽ ഇറക്കി വിട്ടേ, കാരണം അവന് ഇഷ്ടമാണ്, അത് ചെയ്യട്ടെ എന്ന് വെച്ചങ്ങ് വിട്ടേ. തറയിലിറങ്ങി കളിക്കുന്നത് നല്ലതാണ്, ചളിയിൽ കളിക്കുന്നത് നല്ലതാണ്, കല്ലും മണ്ണൊക്കെ പെറുക്കി കളിക്കുന്നത് നല്ലത് തന്നെയാണ്. ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് അതൊക്കെ. അങ്ങനെയൊക്കെ കളിച്ച് വളരുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ കുറേ എന്താ പറയുക നല്ല രസകരമായ മെമ്മറീസ്. ഇപ്പം എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് പറയാനുണ്ട്. ആ മെമ്മറീസ് ചിലപ്പോൾ എൻ്റെ ബേബിക്ക് ഉണ്ടാവണമെന്നില്ല. ഇപ്പം ഞങ്ങൾ കളിക്കുന്നൊരു കളിയാണ് ഇപ്പം എൻ്റെ ഈ വീട് നിന്നത്, ഇപ്പം എൻ്റെ ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് കളം എന്നാണ് ഞങ്ങൾ പറയുക. കളം എന്ന് വെച്ചാൽ ഈ നെല്ലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ വൈക്കോലിൽ നിന്ന് നെല്ല് മാറ്റുന്നൊരു കളം. ഈ കളത്തിൽ ഈ നെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നെല്ല് ഫുള്ള് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈക്കോൽ പുല്ല് ഇങ്ങനെ കൂട്ടത്തിലിടും. നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഈ ഹൈറ്റിൽ വന്നിട്ട് ഈ വൈക്കോൽ പുല്ലിലോട്ട് വീഴും. വെയിൽ ഫുള്ള് ചൊറിയും. വൈകുന്നേരം അമ്മ വരുമ്പോൾ ചീത്ത പറയും. പിന്നെ എൻ്റെ ഈ വീടിൻ്റെ മേലോട്ട് പോകുമ്പോൾ ഒരു ചെറിയ വഴിയായിരുന്നു. ഞാൻ എവിടെയെങ്കിലുമൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്, വരാൻ ലേറ്റാവും. എത്ര തവണ അമ്മ ചെമ്പരത്തി വടിയും കൊണ്ട് വന്ന് എന്നെ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ തെങ്ങ്, നേരെ ഈ താഴെ തന്നെ ഞങ്ങൾക്കൊരു തെങ്ങുണ്ട്, നല്ലൊരു ചെരിഞ്ഞ തെങ്ങ്. എനിക്ക് എപ്പോഴും കാണിക്കാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാം. അതിൽ ഓല ഇങ്ങനെ വീണ് കിടക്കും. ആ ഓലയിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങി വീഴുക, ഊഞ്ഞാൽ, മണ്ണപ്പം, കുക്ക് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് മെമ്മറീസാണ് എനിക്ക്. എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ കസിൻസിൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ തറവാട് ഒരുപാട് മെമ്മറീസാണ്. മണ്ണ് കളിച്ചത് എനിക്ക് എൻ്റെ നാട് പറയുമ്പോൾ എൻ്റെ അമ്മമ്മേൻ്റെ വീട് ഞാൻ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ ഞാനും എൻ്റെ ബ്രദറും കൂടെ എൻ്റെ സ്വന്തം ആങ്ങളയല്ല, എൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ മോൻ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരട്ടെടുക്കും. എന്നിട്ട് ചിരട്ടയിൽ ഞങ്ങൾ ഈ മണ്ണ് നന്നായി കുഴച്ച് ഇങ്ങനെ അപ്പം പോലെയാക്കും. എന്നിട്ട് ഇങ്ങനെ കമത്തി വെക്കും. പിന്നെ ഈ പൊട്ടാസ് തോക്ക് വാങ്ങും. എൻ്റെ കയ്യിലും ഏട്ടൻ്റെ കയ്യിലും കണ്ണൻ്റെ കയ്യിലും, കണ്ണൻ മീൻസ് എൻ്റെ ബ്രദറിൻ്റെ കയ്യിലും, ഞങ്ങൾ 3 ആളുടെ കയ്യിലിടാം. ഞങ്ങൾ 3 ആളും പല മൂലയ്ക്കും പോയി ഡിഷും എന്നാക്കും. മാമൻ ചീത്ത പറഞ്ഞത് ഒരുപാട് മെമ്മറീസ്. അപ്പം ഇതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല, ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്താലേ കുട്ടിക്കാലാവും. ഇനി അങ്ങോട്ട് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ മക്കൾക്കൊക്കെ ഇതൊക്കെ ഫേസ് ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഇല്ലേലോ എന്നാണ് ഞാൻ ബേസിക്കലി ആലോചിക്കുന്നത്.
അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ദിയ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ദിയയുടെ കുട്ടീൻ്റെ അടുത്ത് ഒരു ഓവർ ഒബ്സഷനാണ്. ഈ ഒബ്സഷൻ കൊണ്ട് തന്നെ ദിയ ടു ആൻ എക്സ്റ്റെൻറ്റ് കുട്ടീൻ്റെ കാര്യത്തിൽ വളരെ ടോക്സിക് ആവുകയാണ്. അപ്പോൾ ആ ടോക്സിക്കിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ബുദ്ധി, വിവരം, വിവേകം യൂസ് ചെയ്തിട്ട് നന്നായി സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളൊക്കെ വളരെ റീച്ചുള്ള, ഫെയിമുള്ള വലിയ സെലിബ്രിറ്റികളാണ്. അപ്പം നിങ്ങളുടെയൊക്കെ വീഡിയോ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കയറി പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പബ്ലിക് സ്പേസ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് കോൺട്രവേഴ്സീസും അതിന് അഗെയിൻസ്റ്റ് റിയാക്ഷൻ വീഡിയോ ഒപ്പീനിയൻസും വരാനുള്ള ചാൻസസ് ആർ ഹൈ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ദിയയുടെ പണ്ടത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഉറങ്ങാൻ വരുന്ന സമയം മാത്രം ഇവ ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ കാണുന്നത് ടി വി ഒക്കെ, അല്ലെങ്കിൽ ഇവ ഒരിക്കലും ഫ്രീ അല്ല. അപ്പൊ ബേബി സിറ്റിംഗ് ഞാൻ ആർക്കും കൊടുക്കൂല. പാല് വേണം, അത് മാത്രം ഞാനിങ്ങനെ ആരുടെയും കൊടുത്താലും ഞാൻ 10 മിനിറ്റ് കഴിയുമ്പോ തന്നോ എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ 10 മിനിറ്റിക്കുള്ളിൽ ആരും ഇങ്ങനെ എടുക്കേണ്ട ആ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. അത് ഒരുവിധം എല്ലാവർക്കും കാണും, എനിക്ക് ഭയങ്കരമായിട്ടതുണ്ട്. ഗേൾസ് ആയിട്ട് പെട്ടെന്ന് ഒരു ബേബി ബോയ് ആരും അങ്ങനെ വളർത്തിയിട്ടില്ല അവിടെ. അപ്പൊ അതെല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ടേൺ എടുത്ത് ഇപ്പൊ അമ്മു വെച്ചോണ്ടിക്ക് വിശാനി വന്ന് പറയും 10 മിനിറ്റ് ആയി. കാരണം ഞാൻ അത് കഴിയുമ്പോൾ പെട്ടെന്ന് ചോദിച്ചു കളയും ബേബി തിരിച്ചതാന്ന് പറയും. അതിന് മുന്നേ എല്ലാവർക്കും ഒരു 10 മിനിറ്റ് ബേബിയെ വെക്കണം. ആ ഗ്യാപ്പിലാണ് എല്ലാവരും അവനെ എടുത്തെടുത്ത് പണി. വിശാനി കഴിയുമ്പോൾ ഹൻസിക വരും, ഞാൻ ഇപ്പൊ കുളിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് താ. ഇത് കേട്ട സമയത്ത് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഒന്നും കുറ്റം പറയാനില്ല. സ്വന്തം സിസ്റ്റർമാർക്ക് 10 മിനിറ്റിൽ കൂടുതൽ ബേബീനെ കൊടുക്കില്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷന് വരുന്ന ആൾക്കാർക്ക് തൊടാൻ പോലും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇവരെ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെടുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഇവരെ റോട്ട് കാണുകയാണെങ്കിൽ ഓടിച്ചെന്ന് ഓമി ബേബി എന്ന് പറഞ്ഞ് തൊടണ്ട, വലിയ പ്രശ്നമാവും. നിങ്ങൾ ജസ്റ്റ് കാണുക, ചിരിക്കുക, സെൽഫി എടുക്കുക, പോവുക. ഇനി വീഡിയോൻ്റെ താഴെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ടോട്ടൽ ഞാൻ 1, 2, 3, 4, 5 കമൻറ്റിൻ്റെ സെറ്റാണ് എടുത്ത് വെച്ച് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം, കാരണം ഒന്നൊന്നായി വെക്കുന്നില്ല. അതിൽ ദിയ പിൻ ചെയ്തൊരു കമൻറ്റ് ഉണ്ട്. നൈസ് വ്ലോഗ് ദിയ, കീപ് പോസ്റ്റിംഗ്. I think some of us are done watching this hatred spread to them. Come on. No one, literally nobody is perfect. ഈ നെഗറ്റീവ് കമൻറ്റ് ആൻഡ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവരെക്കുറിച്ച് പറയുന്ന ആൾക്കാർ നിങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ? ഞങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ ലോകത്ത് ഒരു മനുഷ്യന്മാരും പെർഫെക്റ്റ് അല്ല. പക്ഷെ ഞാൻ എൻ്റെ അമ്മൂമ്മേനെ കയറി ബിച്ച് എന്ന് ഞാൻ വിളിക്കൂല. എനിക്ക് എൻ്റെ അമ്മൂമ്മയും അച്ഛമ്മയും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ 2 പേരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഞാൻ പറയിപ്പിച്ചാണ്. കാരണം ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്ന 2 ആൾക്കാരാണ്. ഞാൻ എൻ്റെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന 2 വ്യക്തികളാണ് ഇവർ 2 പേരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അവരെ ബിച്ച് എന്ന് ഞാൻ വിളിക്കില്ല. പിന്നെ എനിക്കൊരു ബേബി ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാരോ എൻ്റെ ബേബീനെ എടുക്കുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ. കെയർലെസ് ആയിടരുത് എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരിക്കലും കയറി വന്നിട്ട് എൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് വരുന്ന ആൾക്കാരെ എൻ്റെ കുട്ടീനെ എടുത്തുകൊണ്ട് പോകും എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ഞാൻ പറയില്ല. എല്ലാം പിന്നെ എൻ്റെ അമ്മേനെ ചിലപ്പോൾ ഞാൻ അമ്മേന്നായിരിക്കാം വിളിക്കുക, ചിലപ്പോൾ ആൻറ്റീന്നായിരിക്കാം വിളിക്കുക. ഞാൻ എന്തായാലും അമ്മേനെ വിളിക്കും, ഞാൻ ഈ ആൻറ്റീന്നൊന്നും വിളിക്കില്ല. കണ്ടവർ അമ്മേനെ വിളിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ ക്ലയൻസിൻ്റെ വീട്ടുകാർ എന്നെ കാണാൻ വരലുണ്ട്, കൗൺസിലിങ്ങിന് വരലുണ്ട്. എൻ്റെ അമ്മേൻ്റെ പ്രായമല്ല, എൻ്റെ അമ്മമ്മേൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ എൻ്റെ മുമ്പിൽ വരുന്നത്. അപ്പോൾ എനിക്ക് അവരോട് കയറിയിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ വന്നതെന്ന് ചോദിക്കാൻ പറ്റില്ല. ഇവർ പറ അമ്മ, എന്താ പറ്റിയ അമ്മേ തന്നെയാണ് പറയുക. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വ്യത്യാസമുണ്ടാ ജിടാം. These people are doing their best to keep us entertained, or they are taking time, effort to create this video. ഓക്കെ, എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആൻഡ് നിങ്ങളെപ്പോലുള്ള അവരുടെ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെയാണ് ഈ വീഡിയോൻ്റെ താഴെ വേറെയും കമൻറ്റ്സ് ഇട്ടിട്ടുള്ളത്. ഇപ്പം ഇതൊക്കെ ഈ കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റിൽ കാണുന്നവർ കണ്ടോളൂ. എൻ്റർടൈൻമെൻറ്റിൽ കാണാത്ത ആൾക്കാർക്ക് അവരുടെ അഭിപ്രായം പറഞ്ഞൂടെ? അവരുടെ സബ്സ്ക്രൈബർ അല്ലേ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ട. അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനമല്ലേ. ഇതിപ്പോൾ ഓമീൻ്റെ കണ്ടില്ലെങ്കിൽ ഓമി ബേബീൻ്റെ ഇതിൻ്റെ വീഡിയോസ് ഒരു 100 ചാനലിൽ വരും. അപ്പോൾ എല്ലാം ഒന്നും സ്കിപ്പ് അടിക്കാൻ പറ്റില്ലടാ. നോട്ട് എവറി വൺ ഹേറ്റ് ദം. ഓക്കെ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഈ ലോകത്തുള്ള എല്ലാവരും അവരെ വെറുക്കുന്നുണ്ട്. ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾ പോലും അവരെ വെറുക്കുന്നില്ല. പിന്നെന്തിനാണ് നിങ്ങളെല്ലാവരും വെറുക്കുന്നത്? There are people including me who wants to watch their videos, so we'll continue to support them. Their personal life is their personal life. അതെ, പേഴ്സണൽ ലൈഫ് എന്നും പേഴ്സണൽ ലൈഫാണ്. അത് പബ്ലിക് കൊണ്ടുപോയി ഇടുമ്പോഴാണ് ഇത്രയും വിഷയമാവുന്നത് കേട്ടോ. I think Vaishnav is the most lucky man in this planet. What an escape. 817 ലൈക്ക്. Money can't buy culture and value. അതിന് 455 ലൈക്ക്. അലമ്പ് വേണ്ടെങ്കിൽ പിന്നെ സ്വന്തം വീട്ടിലുള്ളവരെ വിളിച്ചത് എന്തിനാണ്? 240 ലൈക്ക്. ലക്ഷറി വോണ്ട് ബൈ ക്ലാസ് ആൻഡ് കൾച്ചർ. 653 ലൈക്ക്. സച്ച് എ ടോക്സിക് പാരൻറ്റിങ്. 301 ലൈക്ക്.
ഇത്രയും അഹങ്കാരം പിടിച്ച മനുഷ്യരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചുമ്മാതല്ല കൂടെ നിന്ന് സ്റ്റാഫ് പണി കൊടുത്തത്. അതെനിക്കിഷ്ടപ്പെട്ടില്ല. 267ലേക്ക്. സത്യത്തിൽ ഈ പെണ്ണിന് എന്തോ മാനസിക പ്രശ്നമുണ്ട്. ഈ ലോകത്തിൽ എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്, അല്ലാതെ നിങ്ങളുടെ കുഞ്ഞൊന്നുമല്ല ഏറ്റവും ക്യൂട്ട്. അതിനെ ആരും കൊണ്ടുപോകില്ല. എല്ലാവർക്കും അവരുടെ സ്വന്തം കുഞ്ഞുണ്ട്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അത്രയേ ഉള്ളൂ. നിങ്ങൾ പണ്ട് കുട്ടികളെ കാണുമ്പോഴും കളിപ്പിക്കുകയും എടുക്കുകയും കളിക്കുകയും ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കുഞ്ഞ് വലിയ സംഭവമൊന്നുമല്ല. കുട്ടികളെ കാണുമ്പോൾ എല്ലാവരും കൊഞ്ചിക്കും. നിങ്ങളും മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പല വ്ളോഗുകളും അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ബ്രോ, ടേക്ക് ഇറ്റ് ഈസി. ഓമി ഫാൻസ്, പോയി നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നോക്കൂ, അല്ലാതെ വഴിയിൽ പോകുന്നവരുടെ പിള്ളേരെ എന്തിന് സ്നേഹിക്കുന്നു. പല കോൺട്രവേഴ്സികൾ ഒരുമിച്ച് വെച്ച് അടിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ കമൻറ്റിനെ ഒന്നും റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ല. മേ ബി എല്ലാ കമൻസും നല്ല അടിപൊളി കമൻസാണ്. അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻറ്റാണ്, നമ്മളെല്ലാം റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യാൻ വരില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നെഗറ്റീവ് ഒരാൾ സ്പ്രെഡ് ചെയ്യണമെന്ന് കരുതി സ്പ്രെഡ് ചെയ്യല്ല. ഈ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഇവർക്ക് എന്തെങ്കിലും ഹീറ്റ് ഉണ്ടായിരുന്നോ? ഇല്ല. നല്ലത് ചെയ്താൽ നല്ലത്, നെഗറ്റീവ് വന്നാൽ വരും. അതെല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. ഓക്കെ, അപ്പം അത്രയും പറയാനുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയാൻ ഫിൽറ്റേഡ്. ബൈ ഗൈസ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.